So let's move to the preamble of the Constitution. We, the people of India, having solemnly resolved to constitute India into a sovereign, socialist, secular, democratic republic, and to secure to all its citizens justice, social, economic, and political liberty of thoughts, expression, belief, faith, and worship, equality of status and of opportunity, and to promote among them all fraternity, assuring the dignity of the individual and the unity and integrity of the nation. In our Constituent Assembly, this 26th day of November 1949, do hereby adopt, enact, and give to ourselves this Constitution. So this is our preamble. So നമുക്ക് ആദ്യം ഇതിൻ്റെ മലയാളം ഒന്ന് വായിക്കാം. Then we can move on to the discussion part. ഇന്ത്യൻ ഭരണഘടന ആമുഖം. നമ്മൾ ഇന്ത്യയിലെ ജനങ്ങൾ ഇന്ത്യയെ ഒരു പരമാധികാര സ്ഥിതി സമത്വ മതനിരപേക്ഷ ജനാധിപത്യ റിപ്പബ്ലിക്കായി സംവിധാനം ചെയ്യുന്നതിനും ഭാരതത്തിലെ എല്ലാ പൗരർക്കും സാമൂഹിക നീതിയും സാമൂഹികവും സാമ്പത്തികവും രാഷ്ട്രീയവുമായ നീതി, ചിന്ത, ആശയാവിഷ്കാരം, വിശ്വാസം, ഭക്തി, ആരാധന എന്നിവയ്ക്കുള്ള സ്വാതന്ത്ര്യം, സ്ഥാനമാനങ്ങൾ, അവസരങ്ങൾ എന്നിവയിലുള്ള സമത്വം എന്നിവ ഉറപ്പുവരുത്തുന്നതിനും വ്യക്തിയുടെ അന്തസ്സും രാഷ്ട്രത്തിൻ്റെ ഐക്യവും അഖണ്ഡതയും ഉറപ്പുവരുത്തുന്ന സാഹോദര്യം എല്ലാവരിലും വളർത്തുന്നതിനും ദൃഢനിശ്ചയം ചെയ്തുകൊണ്ട് നമ്മുടെ ഭരണഘടനാ സഭയിൽ വെച്ച് 1949 നവംബറിൻ്റെ ഈ 26-ാം ദിവസം ഈ ഭരണഘടനയെ അംഗീകരിക്കുകയും നിയമമാക്കുകയും നമുക്കായി തന്നെ സമർപ്പിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഇതാണ് ഈ പ്രിയാമ്പിളിൻ്റെ എക്സാക്റ്റ് മലയാളമായിട്ടുള്ള ഒരു ട്രാൻസ്ലേഷൻ. ഇനി നമുക്കിതിൻ്റെ ഡിസ്കഷനിലോട്ട് പോവാം. സോ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ വിത്ത് ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞിട്ടാണ്, അതായത് ഇന്ത്യയിലെ ജനങ്ങളായ നമ്മൾ. ദെൻ ഹാവിങ് സോളംലി റിസോൾവ് ടു കോൺസ്റ്റിറ്റ്യൂട്ട് ഇന്ത്യ ഇൻ ടു എ, അതായത് നമ്മൾ എന്ത് ചെയ്യാന്നാണ് പറയുന്നത്, ഇന്ത്യയെ ഒരു സോവറിൻ, സോഷ്യലിസ്റ്റ്, സെക്യുലർ, ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ആയിട്ടുള്ള ഒരു രാജ്യമാക്കി എല്ലാ പൗരന്മാർക്കും ജീവിക്കാൻ പറ്റുന്ന ഒരു തരത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നതാണ് പറയുന്നത്, വി ജസ്റ്റ് ക്രിയേറ്റ് ഇറ്റ് എന്നാണ് പറയുന്നത്. നമ്മളതിനെ ക്രിയേറ്റ് ചെയ്യുന്നു, സംവിധാനം ചെയ്യുന്നതാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ വാട്ട് ഇസ് സോവറിൻ? സോവറിൻ മീൻസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ഡൊമീനിയൻ ഓഫ് എനി അതർ നേഷൻ, അതായത് മറ്റുള്ള രാജ്യങ്ങളിലെ ഒന്നും അടിമയോ അല്ലെങ്കിൽ ഡൊമീനിയനൊന്നും ആയി നിൽക്കാതെ വി ജസ്റ്റ് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കുന്നു. ദെൻ ദ നെക്സ്റ്റ് വൺ ഇസ് സോഷ്യലിസ്റ്റ്. അപ്പോൾ സോഷ്യലിസ്റ്റ് എന്നുള്ളത് നമ്മൾ ഓൾറെഡി ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞു കഴിഞ്ഞതാണ്. 42nd അമെൻമെൻറ്റ് ആക്ട് പ്രകാരം 1976 അമെൻമെൻറ്റിലാണ് നമ്മൾ സോഷ്യലിസ്റ്റ്, സെക്യുലർ, ഇൻറ്റഗ്രിറ്റി എന്നുള്ള വാക്കുകൾ നമ്മൾ ആഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ സോഷ്യലിസ്റ്റ് എന്നോട് ഉദ്ദേശിക്കുന്നത് the term was added by the 42nd amendment, and the Indian brand of socialism is democratic and not കമ്മ്യൂണിസ്റ്റ്. ഒരു കമ്മ്യൂണിസ്റ്റ് തരത്തിലുള്ള ഒരു സോഷ്യലിസം അല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. ദാറ്റ് മീൻസ് റഷ്യയിലുള്ള പോലെയുള്ളതല്ല. വി ഹാവ് എ ഡെമോക്രാറ്റിക് ടൈപ്പ് ഓഫ് സോഷ്യലിസം. ദെൻ സോഷ്യലിസ്റ്റ് കഴിഞ്ഞാൽ നെക്സ്റ്റ് വരുന്നത് സെക്യുലാറിസം. ദാറ്റ് മീൻസ് മതേതരത്വം, അതായത് equality and freedom for all religions. In India, secularism is the acceptance of all faith, unlike in Europe where secularism is equal to atheism. അപ്പോൾ നമ്മളുടെ ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾ റിലീജിയൻസിന് നമ്മൾ എന്ത് ചെയ്യുന്നു, വി ജസ്റ്റ് ആക്സെപ്റ്റ് ഇറ്റ്, നമ്മളെല്ലാറ്റിനും ഒരേപോലെ കാണുന്നു. Then the next term is democratic. Democratic means the supreme power lies in the hands of people. ജനങ്ങളാണ് അൾട്ടിമേറ്റ് അതോറിറ്റി. ആൻഡ് കോൺസ്റ്റിറ്റ്യൂഷൻ ഡിറൈവ്സ് ഇറ്റ്സ് അതോറിറ്റി ഫ്രം ദ പീപ്പിൾ. ജനങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കിയതാണ് ഈ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ എന്നാണ് പറയുന്നത്. ഡെമോക്രസീസ് ആർ ഓഫ് മെനി കൈൻഡ്സ്. നമുക്ക് പലതരം ഡെമോക്രസീസ് ഉണ്ട്. നോമിനൽ ഉണ്ട്, ഇലക്ട്രൽ ഉണ്ട്,
സബ്സ്റ്റാൻറ്റീവ് ഉണ്ട്, ദെൻ പാർട്ടിസിപ്പേറ്ററി ഉണ്ട്, ദെൻ പ്രൊസീജറൽ ഉണ്ട്, ദെൻ പാർലമെൻ്ററി, സോ ഓൺ ഉണ്ട്. അപ്പം നമ്മൾ ഇന്ത്യ എന്താണ് ഫോളോ ചെയ്യുന്നത്? അവർ ഡെമോക്രസി ഈസ് പാർലമെൻ്ററി ഇൻ ഫോം. നമ്മൾ പാർലമെൻ്ററി ഫോം ഓഫ് ഡെമോക്രസിയാണ് ഫോളോ ചെയ്യുന്നത്. ദെൻ നെക്സ്റ്റ് ടേം ഇസ് റിപ്പബ്ലിക്. Republic means the head of the state is elected directly or indirectly for a fixed period and the state does not have any privileged class. നമ്മൾ ജാതി മതത്തിൻ്റെ പേരിൽ അങ്ങനെയൊന്നും പ്രിവിലേജ്ഡ് ക്ലാസ്സസ് ഒന്നും തന്നെ നമ്മുടെ അവിടെ ഇല്ല. നമ്മൾ എന്തെങ്കിലും ഇലക്ട് ചെയ്യണം ഡയറക്റ്റ്ലി ഓർ ഇൻഡയറക്റ്റ്ലി. ഒരു ഫിക്സഡ് ടൈമിലോട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? വി ജസ്റ്റ് ഇലക്റ്റഡ് ദ ഹെഡ് ഓഫ് ദി സ്റ്റേറ്റ്. അതാണ് റിപ്പബ്ലിക്കിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആൻഡ് സെക്യൂർ ഓൾ ഇറ്റ്സ് സിറ്റിസൺ. പിന്നെന്താണ് പറയുന്നത്? നമ്മളെ രാജ്യത്തിലെ എല്ലാ പൗരന്മാർക്കും സെക്യൂർ ചെയ്ത് കൊടുക്കും. എന്തൊക്കെയാണ് സെക്യൂർ ചെയ്ത് കൊടുക്കുന്നത്? ജസ്റ്റിസ്, ലിബർട്ടി, ഇക്വാളിറ്റി, ഫ്രറ്റേണിറ്റി, അതൊക്കെയാണ് നമ്മൾ സെക്യൂർ ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. സോ ജസ്റ്റിസിനിവിടെ ഏതൊക്കെ തരത്തിലുള്ള ജസ്റ്റിസാണ് ഉദ്ദേശിക്കുന്നത്? ഇറ്റ്സ് ഇൻക്ലൂഡ് സോഷ്യൽ, ഇക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ ജസ്റ്റിസ്. അപ്പോൾ ഇവിടെ ജസ്റ്റിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫണ്ടമെൻ്റൽ റൈറ്റ്സിലൂടെ അതുപോലെ തന്നെ നമ്മൾക്കിപ്പോൾ ഭരണഘടനയിൽ ഉണ്ടാക്കിയിട്ടുള്ള നിയമത്തിലൂടെ ആർട്ടിക്കിൾസിലൂടെയൊക്കെയാണ് നമുക്ക് ഈ ജസ്റ്റിസ് എന്നുള്ള കാര്യം പ്രൊവൈഡ് ചെയ്യാനായിട്ട് പോകുന്നത്. ദെൻ ദ നെക്സ്റ്റ് ജസ്റ്റിസ് മീൻസ് നീതി. അതായത് എല്ലാ പൗരന്മാർക്കും എങ്ങനത്തെ നീതിയാണ് കൊടുക്കാൻ പോകുന്നത്? സാമൂഹികവും സാമ്പത്തികവും രാഷ്ട്രീയവുമായിട്ടുള്ള നീതി. Then the next point is liberty. That means freedom or സ്വാതന്ത്ര്യം. Right to freedom of thoughts, expression, belief, faith and worship. അതായത് നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ചിന്തിക്കാനുള്ള സ്വാതന്ത്ര്യം, നമുക്ക് എക്സ്പ്രസ് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം, വിശ്വസിക്കാനുള്ള സ്വാതന്ത്ര്യം, ഇഷ്ടമുള്ള ദൈവത്തെ ആരാധിക്കാനുള്ള സ്വാതന്ത്ര്യം, ഇതൊക്കെയാണ് നമുക്ക് ലിബർട്ടിയിലൂടെ ഉറപ്പാക്കുന്നത്. Then next is equality. Equality means സമത്വം. എന്തിലൊക്കെയുള്ള ഇക്വാലിറ്റിയാണ്? ഇക്വാലിറ്റി ഓഫ് സ്റ്റാറ്റസ് ആൻഡ് ഓഫ് ഓപ്പർച്യൂണിറ്റി ആൻഡ് ടു പ്രൊമോട്ട് among them all. That means the provision of equal opportunity for all citizens without discrimination. അതായത് കാസ്റ്റിൻ്റെ പേരിലോ റേസിൻ്റെ പേരിലോ ഓർ ഈവൻ ജെൻഡറിൻ്റെ പേരിലോ ഒന്നും ഡിസ്ക്രിമിനേഷൻ ഇല്ലാണ്ട് ഈക്വൽ ഓപ്പർച്യൂണിറ്റി കൊടുക്കാനായിട്ട് നമ്മൾ ശ്രമിക്കും. അതുപോലെ തന്നെ ഉറപ്പ് വരുത്തും. അതുപോലെ തന്നെ നെക്സ്റ്റാണ് ഫ്രറ്റേണിറ്റി. assuring the dignity of the individual and the unity and integrity of the nation. അതായത് ഫ്രറ്റേണിറ്റി എന്നോട് ഉദ്ദേശിക്കുന്നത് സാഹോദര്യം, അതായത് സിംഗിൾ സിറ്റിസൺഷിപ്പ്, provision of single citizenship incorporated in the constitution encourages every citizen to promote the spirit of brotherhood amongst all the people of India. അതായത് സാഹോദര്യം. നമ്മൾ എന്ത് ചെയ്യും? വ്യക്തിയുടെ അന്തസ്സും രാഷ്ട്രത്തിൻ്റെ ഐക്യവും അഖണ്ഡതയും ഉറപ്പുവരുത്തുന്ന സാഹോദര്യം എല്ലാവരിലും വളർത്തും എന്നാണ് പറയുന്നത്. ആൻഡ് അത് ജസ്റ്റ് പറയാൻ മാത്രമല്ല ദൃഢനിശ്ചയം ചെയ്യുന്നു എന്നാണ് പറയുന്നത്. Then in our Constituent Assembly this 26th day of November 1949 do hereby adopt, enact and give to ourselves this constitution. അതായത് ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യും? നമ്മൾക്ക് എല്ലാവർക്കും ഉറപ്പ് വരുത്തും എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഭരണഘടനാ സഭയിൽ വെച്ചിട്ട് 1949 അതാണ് ഇയർ, നവംബർ 26 എന്ത് ചെയ്യാണ്? ഈ ഭരണഘടനയെ അംഗീകരിക്കുകയും അതുപോലെ തന്നെ ഇനി മുതൽ ഇതൊരു നിയമമാക്കുകയും ജനങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ സമർപ്പിക്കുകയും ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങൾ സമർപ്പിക്കുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടാണ് നമ്മുടെ ഈ ഒരു പ്രിയാമ്പിൾ അവസാനിക്കുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് ഒബ്ജക്റ്റീവ്സ് കാണാനായിട്ട് പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ വാല്യൂസ്, ഫണ്ടമെൻ്റൽ വാല്യൂസും റൈറ്റ്സും എല്ലാം, നമ്മുടെ ഓപ്പർച്യൂണിറ്റീസും ഇക്വാളിറ്റി, അങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്കിതിൽ കാണാനായിട്ട് സാധിക്കും. സോ ഇതിൽ ഒബ്ജക്റ്റീവ്സ് ആണ് പറയുന്നത്. To secure to all its citizens social, economic and political justice. നമ്മൾ പറഞ്ഞു ജസ്റ്റിസിൻ്റെ ഭാഗത്ത് സോഷ്യൽ, ഇക്കണോമിക്, പൊളിറ്റിക്കൽ ജസ്റ്റിസ് കൊടുക്കും. പിന്നെ രണ്ടാമത്തെ ഒബ്ജക്റ്റീവ് എന്താണ്? ലിബർട്ടി. ദാറ്റ് മീൻസ് ഫ്രീഡം, ലിബർട്ടി ഓഫ് തോട്ട്സ്, ഇക്വാലിറ്റി ഓഫ് സ്റ്റാറ്റസ് ആൻഡ് പിന്നെ അത് കഴിഞ്ഞാൽ ലിബർട്ടി ഓഫ് തോട്ട്സ് കഴിഞ്ഞാൽ പിന്നെ അടുത്ത് വരുന്നതാണ് ഇക്വാലിറ്റി. തോട്ട്സ് മാത്രമല്ല, എക്സ്പ്രഷനും ബിലീഫും ഫെയ്ത്തും എല്ലാം വരുന്നുണ്ട്.
നെക്സ്റ്റ് വരുന്നതാണ് ഇക്വാലിറ്റി. ദാറ്റ് മീൻസ് സമത്വം. ഇക്വാലിറ്റി ഓഫ് സ്റ്റാറ്റസ് ആൻഡ് ഓപ്പർച്യൂണിറ്റി ആൻഡ് പ്രമോട്ട് എമോങ് ദം. പിന്നെന്താണ് ഫെർട്ടേണിറ്റി. ഫെർട്ടേണിറ്റിയിൽ എന്തൊക്കെയായിരുന്നു വരുന്നത്? ടു സെക്യൂർ ഡിഗ്നിറ്റി ഓഫ് ദി ഇൻഡിവിജ്വൽ. ഓരോ ഇൻഡിവിജ്വലിൻ്റെയും ഡിഗ്നിറ്റി നമ്മൾ എന്ത് ചെയ്യും? കീപ്പ് ചെയ്യുന്നതാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ ഡിഗ്നിറ്റി എന്നോട് ഉദ്ദേശിക്കുന്നത് വ്യക്തിയുടെ അന്തസ്സും രാഷ്ട്രത്തിൻ്റെ ഐക്യവും അഖണ്ഡതയും കീപ്പ് ചെയ്യും. ദാറ്റ് ഈസ് ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് അവർ കോൺസ്റ്റിറ്റ്യൂഷൻ. ജസ്റ്റിസിൽ 3 വരുന്നു. സോഷ്യൽ, ഇക്കണോമിക്, പൊളിറ്റിക്കൽ. ദെൻ ലിബർട്ടിയിൽ വരുന്നത് തോട്ട്, എക്സ്പ്രഷൻ, ബിലീഫ്, ഫെയ്ത്ത് ആൻഡ് വർഷിപ്പ്. ഇക്വാലിറ്റിയിൽ എന്താണ് വരുന്നത്? സ്റ്റാറ്റസ് ആൻഡ് ഓപ്പർച്യൂണിറ്റി ആൻഡ് പ്രൊമോട്ട് ദം ഓൾ. ദെൻ ഫ്രട്ടേണിറ്റിയിൽ വരുന്നത് ഡിഗ്നിറ്റി ഓഫ് ദി ഇൻഡിവിജ്വൽ, യൂണിറ്റി ആൻഡ് ഇൻറ്റിഗ്രിറ്റി എന്നുള്ള ഭാഗങ്ങളാണ്. സോ ഇതാണ് നമ്മുടെ പ്രിയാമ്പിളിൽ വരുന്ന ഒബ്ജക്റ്റീവ്സ്. Then the philosophy of the Indian Constitution is reflected in the preamble. നമുക്ക് അങ്ങനെ പറയാം. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ മെയിൻ എസെൻസ് ആണ് പ്രിയാമ്പിളിൽ എന്ന് പറഞ്ഞു. സോ the philosophy is exhibited very clearly. The independence of India earned through struggle for independence is sought to be emphasized by the use of the word sovereign in the preamble. അപ്പോൾ ഈ പ്രിയാമ്പിളിൽ സോവറിൻ ആഡ് ചെയ്തത് വെറുതെ ആഡ് ചെയ്തതല്ല, അതെന്തിനേയും കൂടി സിംബിളൈസ് ചെയ്യുന്നു. നമ്മുടെ സ്ട്രഗിൾ, നമ്മൾക്ക് ഇൻഡിപെൻഡൻസിന് വേണ്ടിയിട്ടുള്ള ആ ഒരു സ്ട്രഗിളും കൂടി ഈ സോവറിൻ എന്നുള്ള പേരിലൂടെ അവർ ഇൻഡിക്കേറ്റ് ചെയ്യുന്നുണ്ട്. The Gandhian ideals are aimed to be secured by the incorporation of the word socialist in the preamble by the 42nd Amendment. The same amendment inserted the word secular to reflect the secular nature of Indian society. ഇപ്പോൾ നമ്മുടെ ഗാന്ധിയൻ ഐഡിയാസ്, നമ്മുടെ ഫാദർ, നമ്മൾ ഓൾറെഡി ഇൻട്രൊഡക്ഷൻ്റെ ഭാഗത്ത് പറഞ്ഞു, ഇവർ ഈ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കുമ്പോൾ അവരുടെ മൈൻഡിൽ നമ്മുടെ ഫാദേഴ്സിൻ്റെ വിഷനും ഡ്രീമും എല്ലാം അവരുടെ മൈൻഡിൽ ഉണ്ടായിരുന്നു എന്ന്. അപ്പോൾ ആ ഒരു വിഷനും ഡ്രീമും എല്ലാം കാത്തു സൂക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? 42nd അമെൻമെൻറ്റ് കൊണ്ടുവന്നിട്ട് സോഷ്യലിസ്റ്റ്, സെക്യുലർ എന്നുള്ള 2 ടേംസ് ആഡ് ചെയ്തത്. Then the word republic in the preamble indicates that India has an elected head. Though indirectly elected, the Indian president is the choice of the people of India. അപ്പോൾ റിപ്പബ്ലിക് എന്നുള്ള പേര് കൊണ്ടുവന്നത് എന്താണ്? നമ്മുടെ ഭരണഘടന ആരുണ്ടാക്കി, ആർക്ക് വേണ്ടിയാണെന്നുള്ളതൊക്കെ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. സോ നമ്മൾ എന്താണ്, ഈ ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങൾ ഉണ്ടാക്കിയതാണ്. അപ്പോൾ ജനങ്ങളുടെ കയ്യിലാണ് എല്ലാത്തിനും ഇലക്ട് ചെയ്യാനുള്ള പവറൊക്കെ ഇരിക്കുന്നത് എന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് റിപ്പബ്ലിക് എന്നുള്ളത് കൊണ്ടുവന്നത്. ദിസ് വാല്യൂസ് ആർ ഫർദർ സ്ട്രെങ്തൻഡ് ബൈ ദ വേർഡ് ഡെമോക്രാറ്റിക്. അപ്പോൾ നമുക്ക് കാണാം ഡെമോക്രാറ്റിക് എന്നുള്ള വേർഡ് അതിൽ കാണാനായിട്ട് പറ്റും. സോ ഈ ഡെമോക്രാറ്റിക് എന്നുള്ളത് എംഫസൈസ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും കാര്യങ്ങളൊക്കെ, അതായത് ഈ സെക്യുലർ, സോവറിൻ, സോഷ്യലിസ്റ്റ്, റിപ്പബ്ലിക് എന്നുള്ള എല്ലാ കാര്യത്തിനെയും കൂടി എന്ത് ചെയ്യുന്നു, കമ്പൈൻ ചെയ്ത് വരുന്നൊരു വാക്കാണ് ഡെമോക്രാറ്റിക് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതായത് പവർ എല്ലാം ആരുടെ കയ്യിലാണ്? ജനങ്ങളുടെ കയ്യിലാണ് ഡെമോക്രാറ്റിക്. അതായത് ഈ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ അല്ലെങ്കിൽ ഈ പ്രിയാമ്പിളിലുള്ള എല്ലാ വാക്കിലും വെച്ചിട്ട് ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള വേർഡ് ഡെമോക്രാറ്റിക് ആണെന്ന് നമുക്ക് പറയാം. കാരണം ജനങ്ങളിലാണ് എല്ലാം. To emphasize these values, the constitution framers have resorted to the use of the concepts like justice, liberty, equality and fraternity, and social, economic and political justice are to be secured through the provisions of fundamental rights. അപ്പോൾ ഇതിൽ നമുക്ക് ഫണ്ടമെൻ്റൽ റൈറ്റ്സിനെ കുറിച്ചിട്ടുള്ള ഒരു ഇംപ്ലിക്കേഷനും കൂടി കാണാനായിട്ട് പറ്റും. Liberty is guaranteed to the individuals through the provision of fundamental rights which are enforceable in the court of law. അപ്പോൾ നമുക്ക് എങ്ങാനും ഫണ്ടമെൻ്റൽ റൈറ്റ്സ് കിട്ടാതെ ആയിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യാം? വി ക്യാൻ ഡയറക്റ്റ്ലി മൂവ് ടു ദ കോർട്ട്. നമുക്ക് കോർട്ടിൽ പോയിട്ട് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും? വി ക്യാൻ ക്ലെയിം അവർ റൈറ്റ്സ് എന്ന് പറയാം. The unity and integrity of the nation is sought to be secured by the use of the word fraternity in the preamble and by the provisions of fundamental duties and single citizenship in the constitution. So fraternity എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഓർമ്മ വരുന്നൊരു വാക്ക് എന്ന് പറയുന്നത് ബ്രദർഹുഡ് ആണ്. സോ ഇറ്റ്സ് ക്ലിയർലി സീൻ ഇൻ ദ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ്. നമ്മുടെ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് എടുത്തു കഴിഞ്ഞാൽ ആദ്യം
നമുക്ക് സ്ട്രൈക്ക് ചെയ്യുന്ന ഒരു പോയിന്റ് എന്ന് പറയുന്നത് ഈ ഫ്രട്ടേണിറ്റി എന്നുള്ളത് തന്നെ ആയിരിക്കും. അതുപോലെ തന്നെ സിംഗിൾ സിറ്റിസൺഷിപ്പും നമുക്ക് കാണാനായിട്ട് പറ്റും. The use of these words in the preamble shows that it embodies the basic philosophy and fundamental values on which the Constitution is based. It very well reflects the dreams and aspirations of the founding fathers of Constitution. The claim that the Constitution is derived from the people is justified because of its broad-based popular acceptance ever since it came into force. അപ്പോൾ പറയുന്നത് ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. സോ ജനങ്ങൾ അതിനെ അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. The term sovereign implies that India is internally supreme and externally free. Then state authority of India is supreme over all men and all associations within India's territorial boundary. This is India's internal sovereignty. അപ്പോൾ ഈ സോവറിനിറ്റി എന്നുള്ളതിൽ ഇൻറ്റേർണലി അതുപോലെ തന്നെ എക്സ്റ്റേർണലി അർത്ഥം വരുന്നുണ്ട്. സോ ഇൻറ്റേർണലി എന്താണ്, സുപ്രീമാണ്, എക്സ്റ്റേർണലി ഫ്രീ ആണ്. The term socialist and secular were added to the preamble by 42nd Amendment Act. We already discussed that. Then secularism is a glaring necessity in India socio-political context. അപ്പോൾ നമ്മൾ സോഷ്യലിസം അതുപോലെ തന്നെ ഇൻറ്റിഗ്രിറ്റി ഒക്കെ ആഡ് ചെയ്തെങ്കിലും ഇതിൽ നമുക്ക് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടത് സെക്യുലാരിസം തന്നെയാണ്. സോ സെക്യുലാരിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിലെ ആ ഒരു സോഷ്യോ പൊളിറ്റിക്കൽ കോണ്ടെക്സ്റ്റ് വെച്ച് നോക്കുമ്പോൾ അതും ആ ഒരു കാലഘട്ടം 1976 ആ ഒരു ഭാഗത്തിൽ സെക്യുലാരിസം എന്നുള്ള ഒരു ടേം വളരെ അത്യാവശ്യം തന്നെയായിരുന്നു. Inhabited by people of all faiths, it is imperative that India does not accept any religion as the state religion. അപ്പോൾ നമ്മൾ എന്താണ് സെക്യുലാരിസം എന്നുള്ളതിൽ പറയുന്നത്, സ്റ്റേറ്റിനായിട്ട് അല്ലെങ്കിൽ ഇന്ത്യക്കായിട്ട് ഒരു പ്രത്യേക മതം ഇല്ല, ഇന്ത്യ എല്ലാ മതത്തെയും സ്വീകരിക്കുന്നു. India's secularism ensures that religious minorities do not suffer from a sense of inferiority as do the minority communities in Pakistan or Bangladesh. ഇപ്പോൾ ഇവിടെ പറയുന്നത് പാകിസ്ഥാനും ബംഗ്ലാദേശിലെയും പോലെ ഇന്ത്യയിലെ ജനങ്ങൾ എന്ത് ചെയ്യരുത് എന്നാണ് പറയുന്നത്, ഒരിക്കലും കഷ്ടപ്പെടരുത്, മൈനോറിറ്റീസ് വിഭാഗങ്ങൾ അങ്ങനെയൊന്നും കഷ്ടപ്പെടാനായിട്ട് പാടില്ല. സോ ഇന്ത്യ അഡോപ്റ്റഡ് ദ ടേം സെക്യുലാരിസം. The term democratic and republic in the preamble are very important. India's aim is to build up not only a democratic political system but also a democratic social system. ഇവിടെ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് എന്ന് പറയുന്നുണ്ടെങ്കിൽ അതെന്താണ്, ഒരു സോഷ്യൽ സെറ്റപ്പ് അല്ലെങ്കിൽ ഒരു സോഷ്യൽ സിസ്റ്റം തന്നെ അതുപോലെ ആക്കാനാണ് ശ്രമിക്കുന്നത്. To build up an ideal democracy, the preamble emphasizes justice, liberty, equality and fraternity as political ideals. So ഇവിടെ പറയുന്നുണ്ട്, according to Professor Barker, the quintessence of Western democracy, the deal of justice implies a system where individuals can realize their full potentialities. അപ്പോൾ നമുക്ക് ത്രൂ ദിസ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്താണ്, നമുക്ക് വി ക്യാൻ റിയലൈസ് അവർ പൊട്ടൻഷ്യാലിറ്റീസ്. നമുക്ക് നമ്മുടെ റൈറ്റ്സിന് കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ ഡ്യൂട്ടീസിനെയൊക്കെ കുറിച്ചിട്ട് ഒരു അവബോധം ഉണ്ടാക്കിയെടുക്കാനായിട്ട് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷന് പറ്റുന്നുണ്ട്. In the view of our founding fathers, it is not enough that there is political or legal justice. Political and legal justice is a myth unless combined by social and economic justice. അപ്പോൾ പറയുന്നുണ്ട്, നമ്മളൊരു വളരെ വിഷണബിൾ ആയിട്ടാണ് നമ്മുടെ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ക്രിയേറ്റ് ചെയ്തേക്കുന്നത്. ഫൗണ്ടിങ് ഫാദേഴ്സിന് അറിയാം പൊളിറ്റിക്കൽ ആൻഡ് ലീഗൽ ജസ്റ്റിസ് കൊണ്ട് മാത്രം കാര്യങ്ങൾ ശരിയാവില്ല. സോ ജസ്റ്റ് ആഡഡ് സോഷ്യൽ ആൻഡ് ഇക്കോണമിക് ജസ്റ്റിസ് ഓൾസോ. അപ്പോൾ ഈ സോഷ്യൽ ജസ്റ്റിസ് ആണെങ്കിൽ എന്താണ്, ഒരു ടൈപ്പിലുള്ള സോഷ്യൽ ഡിസ്ക്രിമിനേഷൻസും പാടില്ല, അതായത് കാസ്റ്റിൻ്റെ പേരിലുള്ള ഡിസ്ക്രിമിനേഷൻ പാടില്ല. ഇക്കണോമിക് ജസ്റ്റിസ് എന്ന് പറയുമ്പോൾ എന്താണ്, ക്യാഷിൻ്റെ ഇതിലെ, അതായത് എലൈറ്റ് പീപ്പിളാണ് അവർക്കൊരു നിയമം, പുവർ പീപ്പിളിന് വേറെ നിയമം, അങ്ങനെയുള്ള ഒരു തരംതിരിവ് എന്തില്ല. ഒരു ഇക്കണോമിക് ജസ്റ്റിസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സാധനം കൊണ്ടുവന്നോട് കൂടിയിട്ട് ആ ഒരു ഡിസ്ക്രിമിനേഷനും കൂടി ഇല്ലാതെയാവാണ് ചെയ്തത്. However, social and economic justice still remain unrealized dream, but unfortunately it is an unrealized dream.
The ideal of liberty aims at ensuring these freedoms which make man really free. ഇനി നെക്സ്റ്റ് പറയുന്നത് ലിബർട്ടീനെ കുറിച്ചിട്ടാണ്. ദാറ്റ് മീൻസ് ഫ്രീഡം. അതായത് ആസ് പെർ ദിസ് റൂൾസ് ആൻഡ് റെഗുലേഷൻ നമുക്കൊരു വ്യക്തിക്ക് വേണ്ട പരമാവധി സ്വാതന്ത്ര്യം നമ്മുടെ ഭരണഘടന നമുക്ക് നൽകുന്നുണ്ട്. ലിബർട്ടി ടു ബി മീനിങ് ഫുൾ മസ്റ്റ് മീൻ ലിബർട്ടി ഓഫ് തോട്ട്, എക്സ്പ്രഷൻ, ബിലീഫ്, ഫെയ്ത്ത് ആൻഡ് വർഷിപ്പ്. ഒരു സ്വാതന്ത്ര്യം പൂർണ്ണമാകണമെങ്കിൽ നമുക്ക് എന്ത് വേണം? വി നീഡ് ഫ്രീഡം ടു എക്സ്പ്രസ്, ഫ്രീഡം ടു തോട്ട്, ഫ്രീഡം ടു ബിലീവ്. അല്ലെങ്കിൽ ഇനിയിപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്ക് ബിലീവ് ചെയ്യാനുള്ള ഫ്രീഡം ഇല്ല, തിങ്ക് ചെയ്യാനുള്ള ഫ്രീഡം ഇല്ല, അങ്ങനെയൊക്കെ ആണെങ്കിൽ നമുക്ക് പിന്നെ ഫ്രീഡം എന്ന് പറയാനേ പറ്റില്ല. സോ ഇവിടെ ഫോർ ഫാദേഴ്സ് അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു ഫൗണ്ടിങ് ഫാദേഴ്സ് അവരെന്ത് ചെയ്യുന്നു? വളരെ കൃത്യമായി ഏതൊക്കെ തരത്തിലുള്ള ഫ്രീഡം ആണെന്ന് സ്പെസിഫൈ ചെയ്ത് പറയുന്നു. The idea of equality is aimed at removing discrimination among citizens. അപ്പോൾ ഇക്വാളിറ്റിയിൽ എന്താണ്? ഒരു അൺടച്ചബിലിറ്റി എന്നുള്ള ഒരു സിസ്റ്റത്തെ എടുത്തു കളയാനായിട്ട് സഹായിക്കുന്നുണ്ട്. ദെൻ ഇക്വാളിറ്റി എന്ന് പറഞ്ഞാൽ സോഷ്യൽ ഏരിയയിലും അതുപോലെ തന്നെ ഇക്കണോമിക് ഏരിയയിലും എല്ലാം അവർ ഉദ്ദേശിക്കുന്നുണ്ട്, ഈവൻ ഇൻ ജെൻഡർ ഓൾസോ. Then finally, fraternity as an idea is sought to be fostered to ensure dignity of the individual and unity of the nation. So ഇൻറ്റിഗ്രിറ്റി എന്നുള്ളത് കൊണ്ട് ഏറ്റവും കൂടുതൽ സ്പെസിഫൈ ചെയ്യുന്നത് യൂണിറ്റി എന്നുള്ള വാക്കിനെയാണ്. അതുകൊണ്ടാണ് അവർ ബ്രദർഹുഡ് എന്നുള്ളതിനെ കുറച്ചും കൂടി ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്നത്. സോ യൂണിറ്റി, എല്ലാവരും ഒരുപോലെ പോവാം. One should, however, note that a fraternal feeling among Indians would grow only to promotion to the realization of the ideal justice, liberty and equality. അതുപോലെ തന്നെ പറയുന്നു, ഈ പ്രിയാമ്പിളിൽ ഫ്രട്ടേണിറ്റി എന്നുള്ള ഒരു വാക്ക് പൂർണ്ണമാവണമെങ്കിൽ നമുക്ക് ആദ്യം എന്തൊക്കെ വേണം? നമ്മുടെ ഒബ്ജക്റ്റീവ്സ് ആയിട്ടുള്ള ജസ്റ്റിസ്, ലിബർട്ടി, അതുപോലെ തന്നെ ഇക്വാലിറ്റി ആവശ്യമാണ്. ഈ മൂന്നെണ്ണം കിട്ടിയാൽ മാത്രമേ ബാക്കിയെല്ലാം പൂർണ്ണമാവുള്ളൂ. സോ എവറി ടേംസ് ആർ ഇൻ്റർകണക്റ്റഡ് ഓർ ഇൻ്റർ റിലേറ്റഡ് എന്ന് പറയാം. അപ്പോൾ ഈ പ്രിയാമ്പിളിൽ പറഞ്ഞിട്ടുള്ള ഓരോ വാക്കുകളും എന്താണ്? ഓരോന്നും ഓരോന്നിനനുസരിച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. അറ്റ് ദ സെയിം ടൈം ദേ ആർ ഇൻ്റർകണക്റ്റഡ്. സോ ദാറ്റ് ഈസ് അബൌട്ട് ദ preamble of the Constitution. Thank you.